ദിലീപ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹം തന്നെ വ്യക്തത വ്യക്തമല്ല. ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇനിയും തുടരുക. അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ വരാനിരിക്കുന്നില്ലേ? ഇപ്പോ ഒരു നിലപാട് വന്നു, ബാക്കി കാര്യങ്ങൾ കൂടി വരുമ്പോഴാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ. എല്ലാ ഘട്ടത്തിലും ആ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടായിരിക്കുന്നത്. കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിന്റെ നിയമപരമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനാവും. ഏതായാലും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാൻ. ഇവിടെ അത് UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണ്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റും ആ നില തന്നെയാണ് എടുത്തുപോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നു. അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത്? അപ്പീൽ ഞാൻ പറഞ്ഞ നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. പരിശോധന നടത്താൻ കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം വെബ്സൈറ്റ് സൈറ്റിന് പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഗവൺമെന്റ് അപ്പീൽ പോകുന്നത് ഒരുക്കിയത്. അത്തരം കാര്യങ്ങളില് നിയമപരമായ പരിശോധനകൾ നടന്നു അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാറുള്ളത്. എന്തുകൊണ്ടാണ് അത്ര ബുദ്ധിമുട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് അത്ര ആലോചിച്ചിട്ട് വീഴുന്നില്ല. നമ്മുടെ നാടിന്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായി കൂടി അത് എന്നാണ് തോന്നുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു ഇമെയിൽ സന്ദേശം എന്ന് പറഞ്ഞു. ഇമെയിൽ സന്ദേശം വന്നപ്പോൾ ആ സന്ദേശം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് പോലീസിന് കൈമാറി. അതിനൊരു കാലതാമസം ഉണ്ടായി. ദിലീപ് എന്നത് മുന്നേ പരാതി CM-നെ അറിയിച്ചിരുന്നു. തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടത്തുന്നു എന്ന കാര്യങ്ങളൊക്കെ CM-നെ നേരത്തെ ദിലീപ് അറിയിച്ചിരുന്നു. എനിക്കങ്ങനെ ഓർമ്മയില്ല. അങ്ങനെ ഒരു നിവേദനം കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന അതിൽ ഉണ്ടോ? ദിലീപ് ഇന്നലെയും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ദിലീപ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹം തന്നെ വ്യക്തത വ്യക്തമല്ല.
എന്നെ അറിയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതെ, ആ പ്രസ്താവന കണ്ടു. അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിന്റേതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസിനെതിരായ ആളുകൾ അതൊക്കെ അദ്ദേഹത്തിന്റെ തോന്നലുകൾ പറയുന്നതാണല്ലോ. അതിന്റെ ഭാഗമായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതായി. പക്ഷെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അവരുടെ മുന്നിൽ തെളിവുകളായിട്ട് ചില കാര്യങ്ങൾ വരും. ആ തെളിവുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടികളിലേക്ക് നീങ്ങുന്നത്. യഥാർത്ഥത്തില് അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പലരും തെളിവുകളുമായിട്ട് വരുന്നവരാണ്. അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നത്. മാധ്യമങ്ങൾ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിന്റെ ഭാഗമായല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാടുകൾ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ മുന്നിൽ വരുന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ വരുന്നത്. അതേതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് കാണാൻ കഴിയുക. പ്രോസിക്യൂഷന്റെ കാര്യവും കോടതിയുടെ കാര്യവും കോടതിയുടെ മുന്നിലുള്ള വാദങ്ങളുടെ കാര്യവും ഇപ്പൊ എനിക്ക് പറയാൻ കഴിയുന്നതല്ല. അതിന്റെ മറ്റു വിശദാംശങ്ങൾ വന്നാലേ പറയാൻ പറ്റും. ഇപ്പൊ കോടതി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കാണണം. അതിനുശേഷം അതിനെ പറ്റിയുള്ള തെളിവ്